പരിശുദ്ധി വേണ്ടവർ കാണേണ്ട കഥ. ജഡിക മോഹങ്ങളെ കൂട്ടുപിടിച്ച് ദൈവത്തിനായുള്ള ബലിയർപ്പണത്തെ കാറ്റിൽ പറത്താൻ ശ്രമിച്ച പഴയ നിയമത്തിലെ ഒരു മനുഷ്യനെ പറ്റിയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും നഷ്ടമാകാവുന്ന ജീവന്റെ വിലയെക്കുറിച്ചാണ് എന്റെ പുതിയ കഥ. നിങ്ങൾ തയ്യാറല്ലേ? ശ്രദ്ധിച്ച് കണ്ടാലും. എന്റെ ബലി യഹോവ സ്വീകരിച്ചില്ലല്ലോ. ഇനി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഫലവർഗങ്ങളിൽ നിന്നും നല്ലൊരു പങ്ക് കൊടുക്കേണ്ടി വരുമോ? അത് നീ എന്തിനാ നിന്റെ അധ്വാനത്തിന് നല്ല പങ്ക് യഹോവയ്ക്ക് കൊടുക്കുന്നത്? നീ വിളിച്ചതിൽ നല്ലത് നിനക്ക് കരുതി വെച്ചിട്ട് ബാക്കി ആയതുകൊണ്ട് ബലിയർപ്പിച്ചാൽ പോരെ. കൈക്കരുത്തിന്റെ കാഠിന്യത്താൽ ഭൂമിയെ ഉഴുതു മറിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അതിനെ നനച്ച് തരിശു ഭൂമിയിൽ അധ്വാനത്തിന്റെ ഫലം വിളയിച്ചത് ഈ ഞാൻ കായൻ. നോക്ക് നോക്ക്, ആബേലിന്റെ ബലി യഹോവ സ്വീകരിച്ചത് കണ്ടോ? ആബേൽ യഹോവയുടെ പ്രിയപ്പെട്ടവനായതുകൊണ്ടല്ലേ അവന്റെ ബലി സ്വീകരിച്ചത്. നീയോ ആർക്കും വേണ്ടാത്തവൻ. ആബേൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, ഞാനോ എല്ലാവരും വെറുക്കപ്പെട്ടവൻ. സോദര, എന്റെ ബലി ദൈവം സ്വീകരിച്ചു. യഹോവ എന്റെ സംപ്രീതനായി. അങ്ങയുടെ ബലി യഹോവ സ്വീകരിച്ചോ? മോശം വിളവ് യഹോവയ്ക്ക് ബലിയർപ്പിച്ചത് അനീതിയായിപ്പോയി. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. എന്നെ ഉപദേശിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. ഇവനാണ് ഇതിന് ശത്രു. ഇവൻ ഇല്ലാതായാൽ പിന്നെ നീ ആയിരിക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. അതെ, വലിയ സമ്പത്തിന്റെ ഉടമയും നിന്റെ അധ്വാനത്തിന്റെ ഫലം നിനക്കുള്ളതാണ്. എന്റെ ബലി എന്റെ യഹോവ സ്വീകരിച്ചിരിക്കുന്നു. ഓർക്കാൻ കൂടി വയ്യ. എന്തൊരു കാഴ്ചയായിരുന്നു! സ്വർണ്ണ വർണ്ണത്തിൽ ആ പ്രകാശം ആകാശത്തിൽ നിന്നും ഇറങ്ങി വന്നു എന്റെ കാഴ്ചയെ നിമിഷങ്ങളോളം പൊതിഞ്ഞു നിന്നു. അവന്റെ ഒരു ബലി ഞാൻ ജയിച്ചു. സഹോദരൻ സഹോദരനെ കൊന്നിരിക്കുന്നു. ഇതാ ഇവിടെ തുടങ്ങുന്നു ഞാനെന്ന നാശത്തിന്റെ പരമ്പര. അജ്ഞാതിയുടെ പര്യായമായി മനുഷ്യൻ മാറട്ടെ. സഹോദരൻ സഹോദരനെതിരെ തിരിയട്ടെ. കായീൻ, കായീൻ, നിന്റെ സഹോദരൻ എവിടെ? എനിക്കറിയില്ല. കായീൻ, നിന്റെ സഹോദരൻ എവിടെ? എന്ത്? ഞാനാണോ അവന്റെ കാവൽക്കാരൻ? നീ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായിരിക്കുന്നു. സഹോദരനെ കൊന്ന് നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. നിന്റെ വരും തലമുറ ഇടത്തക്കറ കയ്യിലെത്തും. അമ്മേ, അമ്മേ, അപ്പം മരിക്കുന്നതിന് മുന്നേ പറഞ്ഞാണ് വടക്കേതിൽ ആ 2 ഏക്കർ എനിക്കുള്ളതാണ്. എന്നിട്ട് ഇപ്പൊ അവൻ എഴുതി കൊടുത്തു പറഞ്ഞേ? അത് അപ്പം മരിക്കുന്നതിന് മുന്നേ എഴുതി വെച്ചതല്ലേ, എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? അമ്മ എന്തിനാ എപ്പോഴും അവനെ സൈഡ് പിടിക്കുന്നത്? അമ്മ ഞങ്ങൾ എന്ത് കാര്യമായിട്ടാ നോക്കുന്നത്? അപ്പം മരിക്കുന്ന പറഞ്ഞതാ വടക്കേതിലെ സ്ഥലം ചേട്ടനുള്ളതാണ്. എന്നിട്ട് എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ അവനോട് തന്നെ ചോദിക്കുക. അമ്മേ, ഒരു ചായ. നീ തിന്നും പിടിച്ച് സൂചിച്ച് നടന്നു. നിന്റെ ചതി കാരണം ഞാനും എന്റെ കുടുംബം അനുഭവിക്കുന്നത്. അപ്പനെ പറ്റി ഞാൻ 2 ഏക്കർ കൂടെ നിന്റെ പേരിലാക്കി അല്ലേടാ? ചേട്ടൻ എന്താണ് ഈ പറയുന്നത്? കള്ളും കഞ്ചാവായി നടന്ന് ചേട്ടനെല്ലാം തുലച്ചുകൊണ്ട് അപ്പന് പേടിയായിരുന്നു. അതും കൂടെ ചേട്ടന്റെ പേരിലേക്ക് മാറ്റാം. നീ കൂടുതലൊന്നും പറയണ്ട. നീ ജനിച്ച അന്ന് മുതൽ തുടങ്ങിയാണ് എന്റെ ഈ കഷ്ടകാലം. അപ്പനും അമ്മയ്ക്ക് നിന്നോട് ഇഷ്ടം, നാട്ടുകാർക്ക് നിന്നെ മതി. ഞാൻ മാത്രം എല്ലാം കുറച്ച് കൊള്ളില്ലാത്തവൻ. നിന്റെ നുണക്കഥ വിശ്വസിച്ച് അപ്പനും എന്നെ കാണരുതെന്നായി. എന്നാൽ ഇതായിരുന്നു എന്റെ ഉദ്ദേശം അല്ലടാ. ചേട്ടൻ ഒന്ന് പോയേ. ചേട്ടൻ പറയുന്ന ഒറ്റ സമയം കളയാൻ എനിക്ക് വയ്യ. അതിനും ചേരുന്ന ഒരു ചേച്ചിയും. അതേടാ, കെട്ടിക്കയറി വന്ന അന്ന് മുതൽ നിന്നെയൊക്കെ നോക്കി ഓരോന്ന് ചെയ്തു തന്നാൽ എനിക്ക് ഇത് തന്നെ കിട്ടണം. നിന്റെയൊക്കെ കുടുംബത്തിന് വേണ്ടി എന്റെ ജീവിതം തുറച്ചു. എനിക്ക് ഇത് തന്നെ കിട്ടണം. ചേച്ചി എന്ത് ചെയ്യണ്ട? ചേച്ചി കെട്ടിക്കയറി വന്നത് മുതൽ എന്റെ അമ്മയ്ക്ക് സമാധാനമില്ലാതായത്. അപ്പനും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾ നിർത്തുന്നുണ്ടോ? നിനക്ക് ചായ വേണോടാ? ഒന്ന് പോകാം.
അതല്ലേ കൈലി. നീ കൂടുതൽ പുണ്യാണെന്ന് ആവണ്ട. അപ്പനെ പഠിച്ച് എല്ലാം ഒറ്റയ്ക്ക് തിന്നാമെന്ന് നീ കരുതിയോ? ഒറ്റയ്ക്കാണ് നിന്നെ. നിങ്ങൾ എന്തായി ചെയ്തേ? എടി നീ ഒന്ന് വേഗം പിടിച്ചേ. എന്താണ് ഒരു ശബ്ദം കേട്ടെ? അവൻ എന്ത് ചെയ്യടാ? എനിക്കറിയില്ല. ഞാനാണോ അവന്റെ കാവൽക്കാരൻ? നിനക്കും കായലിടുമോ? നിനക്കും കായലിടുമോ? നിനക്കും കായലിടുമോ? എന്തിനെന്നെ കൊണ്ടു? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? കായ്, എന്റെ മകൻ എവിടെ? കായൽ, ആബേൽ എവിടെ? ഇത് കണ്ടില്ലേ? എന്റെ കയ്യിൽ രക്തം, ചൂട് രക്തം. കഴുകിട്ട് പോകുന്നില്ലല്ലോ. തുടച്ചിട്ട് പോകുന്നില്ലല്ലോ. നാശം. ഞാനിനി എന്ത് ചെയ്യും? കായൻ, കായൻ. ഭൂമിയിലുള്ള എല്ലാ സമുദ്രങ്ങളിൽ കഴുകിയാലും നിന്റെ കൈകളിലെ രക്തക്കറ പോകില്ല. എത്ര വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയാലും ആ പണം മാറില്ല. കാരണം നിന്റെ കയ്യിൽ നിന്റെ സഹോദരന്റെ രക്തമാണ്. നിന്റെ സഹോദരന്റെ ചോര കാണ്ടില്ലേ? നിന്റെ തലമുറകൾ സുഖത്തിനും നേട്ടത്തിനുമായി ഈ പാപം ആവർത്തിക്കുന്നു. ഈ രക്തക്കഥയും അതിന്റെ ഗന്ധവും അത് നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. എന്തിനെന്നെ കൊണ്ടു? കായ്, നിന്റെ സഹോദരൻ എവിടെ? മകനെ, നീ എന്തിനവനെ കൊന്നു? എന്റെ കാതുകൾ പൊട്ടുന്നു. എനിക്ക് ശബ്ദം കേൾക്കാൻ വയ്യ. എന്നെ എവിടേക്കെങ്കിലും ഒളിപ്പിക്കൂ. എവിടേക്കെങ്കിലും കൊണ്ടുപോകൂ. അനുജ, മാപ്പ്. അമ്മേ, മാപ്പ്. അപ്പ, മാപ്പ്. സഹോദരങ്ങളെ, മാപ്പ്. കൂട്ടരെ, നിങ്ങൾ കണ്ടില്ലേ അവന്റെ അവസ്ഥ? നമ്മുടെയൊക്കെ അവസ്ഥ. തിന്മ വിതച്ചാൽ തിന്മ കൊയ്യേണ്ടി വരും. ഇതിനൊക്കെ പരിഹാരയാഗം നടത്തിയ ആ ക്രൂശിതന്റെ ത്യാഗം ഇനിയും വ്യർത്ഥമാക്കണമോ? നല്ലത് ചിന്തിക്കും, നല്ലത് പ്രവർത്തിക്കും. എല്ലാം ദൈവം തരും. സുഖവും സന്തോഷവും നേട്ടങ്ങളും അങ്ങനെയെല്ലാം. സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. എല്ലാവർക്കും സർവശക്തനായ ദൈവം നല്ലത് വരുത്തട്ടെ.